അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഒരു കുഴിമന്തി റിയൽ കുഴിമന്തി ഉണ്ടാക്കുന്ന കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കുഴി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാ ചെമ്പ് മന്തി ഒന്നുമില്ല ഉണ്ടാക്കാൻ പോകണ്ട, അടിച്ചപ്പോൾ ഒറിജിനൽ കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുഴിയൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് പരിപാടി നോക്കാം. അപ്പോൾ ഓപ്ഷനിൽ ചിക്കൻ അരി കേക്കിക്കൊണ്ടിരിക്കണ്ട, മന്തിക്കുള്ള അരി അഫ്സൽ കേക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്തിക്കുള്ള മസാല ഇതാ അഫ്സൽ റെഡിയാക്കി കൊണ്ടിരിക്കണ്ട. ചിക്കൻ കൊടുക്കാനുള്ള മസാല അഫ്സല റെഡി അല്ലേ? സെറ്റ് എന്തൊക്കെയായിട്ടാണ് ഇത് ഉപ്പിട്ട്, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഓക്കെ, ചിക്കൻ മസാല, കളർ പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടോ കേട്ടോ. പിന്നെ ജീരകപ്പൊടി ഇട്ടു. അപ്പോൾ മന്തിക്ക് ഉള്ള ചിക്കൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇന്ന് നമ്മളിത് എത്ര കിലോനാണ് മന്തി ഉണ്ടാക്കണം അഫ്സലേ? ഇന്ന് ഒരു 5 കിലോ, ഒരു 5 കിലോ മന്തി അല്ലേ? 5 കിലോ മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിന് ആദ്യം ചിക്കൻ ഇങ്ങനെ സെൻറ്ററിനെ പൊടിക്കുക, എന്നിട്ട് പിന്നെ അതിൻ്റെ ഇവിടെയുള്ള കച്ചറൊക്കെ ഒഴിവാക്കല്ലേ? അതെ ഉള്ളത് കച്ചറൊക്കെ ഒഴിവാക്കുക. പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പിന്നെ കാര്യമായിട്ട് കച്ചറ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ചിക്കൻക്ക് മസാല ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെതറി കൊടുക്കുക. ഓക്കെ, അങ്ങനെ മസാല ഇട്ടേക്കാം. നമുക്ക് ഫുള്ള് ചിക്കൻ മസാല ഇട്ടേക്കാം. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അഫ്സൽ ഇതാ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനി കണലാവാണ്ട്, കണലായതിന് ശേഷം ബാക്കി കുക്ക് ചെയ്യാം. കണലാവണതും കാത്തിക്കണ്ട അഫ്സൽ. കണലായി കഴിഞ്ഞാൽ അഫ്സ കുഴിമന്തി റെഡിയാക്കും, സെറ്റാകും അല്ലേ? അതെ. അപ്പോൾ ഇനി എന്താ പരിപാടി? ഡ്രസ്സ് ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം. ഉള്ളി ഇട്ട് ചെയ്യാം. ഓക്കെ, ഉള്ളി ഇട്ടത്. അപ്പോൾ പച്ചക്കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും പൊതിന് ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കോ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി കണലായി കഴിഞ്ഞാൽ നമ്മളുള്ള പച്ചക്കറിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അടിച്ചുകൊണ്ട് കണ്ട കുയ്യിങ്ങനെ ജസ്റ്റ് കണലായിക്കൊണ്ടിരിക്കുകയാണ്. കണലായി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ കുയ്യിക്ക് മന്തി ഇറക്കും. ഓക്കെ, അപ്പോൾ കൈയൊക്കെ റെഡി അല്ലേ? റെഡി. ഇനി എന്താ പരിപാടി എടുത്ത്? ചിക്കൻ ബിരിയാണി വെക്കണം. ബിരിയാണി വെക്കുക. ബിരിയാണി എന്തായി? ഇതിൻ്റെ ബിരിയാണി ഒക്കെ കൊണ്ടിരിക്കണ്ടോ? എന്താ കണലാവാത്ത്? രാമായണം പിടിക്കും. എന്താ പരിപാടി? ചെമ്പ് ചൂടാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടി വെക്കാം. ചെമ്പ് ചൂടാക്കിക്കോ. ഏത് ചെമ്പെടുക്കാം? നമ്മളെ ചിക്കൻ ഇതാ നമുക്ക് ഗ്രില്ലുമ്മ കയറ്റി കൊടുക്കാം. ഓക്കെ, നമ്മൾ മന്തിക്ക് ഇറക്കാനുള്ള ഗ്രില്ലാണിത്. ഇതിന് നമുക്ക് അതിൻ്റെ വട്ടത്തിനനുസരിച്ച് ഒരു 5 കിലോന് കുറച്ച് ചിക്കനല്ലേ വെക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് കൊടുക്കാം. കളർ എടുക്കുക. നമുക്ക് എന്നിട്ട് ചച്ചമ്പ് ഇവിടെ ഇട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഹാഫ് സൺഫ്ലവർ ഓയിൽ എടുക്കും. കുറച്ച് ചിക്കൻ്റെ നെയ്യ് നമുക്ക് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ കേട്ടോ. നമുക്ക് ഇതിക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കുക. എന്നാൽ കറുവപ്പട്ട കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നമുക്ക് അതിക്ക് വേണ്ട വെജിറ്റബിൾസ് ആദ്യം ഓണിയൻ ഇട്ടു. തക്കാളി ഇടാം. തക്കാളി, ക്യാപ്സിക്കം ഇട്ടോ. ചെറുനാരങ്ങ പകുതിട്ടാന്നിട്ടാ, കുറച്ചുണ്ട്. ഫുള്ള് വേണ്ട. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വെച്ചു. ടേസ്റ്റ് ആക്കി വെച്ചാട്ടോ. നന്നായി ഇളക്കി കൊടുക്കുന്നൊക്കെ പറയും. ഇളക്കി കൊടുക്കുക. ഇതാ ഇതൊന്നും ഇനി മൂക്കണം. 5 കിലോക്ക് നമ്മൾ 10 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണ്ട. മാഗി ക്യൂബ് ഇട്ട് കൊടുത്തേ ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. 1 റൊക്കറ്റ് വെള്ളം ഇട്ടാ, അതായത് 1 കപ്പ് അരിക്ക് 1.5 വെള്ളം. ഓക്കെ, ഒഴിച്ചൂട്. നമ്മളെ ഈ അടുപ്പ് ചെറിയ സ്ലോ ആണ്. അപ്പോൾ നമുക്ക് ഇനി 3 ബർണർ നമുക്ക് കയറ്റി കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡാക്കാം. പാൽ ഒഴിക്കാം. പാലെന്തിനാ കൊടുക്കണം? പാല് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും.
ഇതിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ടേസ്റ്റ് പത്തോ ഓക്കെ. അപ്പോൾ പാല് കൊടുത്തിട്ടുണ്ട് അഫ്സൽ. ഓക്കെ. അപ്പോൾ ഉപ്പിടുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഒന്ന് കുറച്ച് കയറ്റിയിടുക. ഓക്കെ. നമുക്ക് നോക്കാം. ഇനി ടേസ്റ്റ് നോക്കിയതിന് ശേഷം പിന്നെ ഇട്ടെടുത്താൽ മതി. തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം. അരി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇതിലിടണം. ഓക്കെ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അരി ഇട്ടെടുക്കാം. അപ്പോൾ അരി തിളച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ കണൽ ഇതാ നമ്മൾ കണൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചെടുത്താ നല്ല കണലായി കിടക്കാണ്. ഓക്കെ. ഇനി നമുക്ക് ചിക്കൻ തട്ടാ. ചിക്കൻ ഇങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. കണൽ കയറ്റിയാൽ മതി. ഇറങ്ങിക്കോളി. അപ്പം നമുക്ക് സെൻറ്ററല്ലേ പൊന്തിച്ച് നോക്കിയിട്ട് ആക്കണം. ഒരു മിനിറ്റ് ഒന്ന്. ഇങ്ങോട്ട് വരാം. മതി. ഓക്കെ മതി. കളക്കുണ്ട്. ചിക്കൻ എടുത്തോ അഫ്സലാ. ചെറിയ കമ്പിയിൽ സപ്പോർട്ട് ചെയ്താ. അപ്പോൾ നമ്മുടെ മന്തി കുയ്യ കയറിയാണ്. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. അങ്ങോട്ടൊക്കെ അപ്പം നമ്മളിതാ പൊക്കിയിട്ടുണ്ട്. ചൂടുണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് പൊന്തിച്ചോക്കാം. ചിക്കൻ പൊന്തിച്ചോക്കാം. ഇതാ മന്തി പൊക്കുണ്ട് നമ്മൾ. അഫ്സല പൊക്കിയോ? കൊളത്തട്ടെ. Just because you saw me at the party, bring my homies, we can take it slowly, we can take it slow, because മന്തി റെഡി കേട്ടാ. അപ്പം നമ്മൾ നിസാറാക്കാൻ്റെ കിച്ചണിലാണ് ഉള്ളത്. ഓക്കെ. അപ്പം മന്തി കുഴിമന്തിയാണ് ഒറിജിനൽ കുഴിമന്തി. ഓക്കെ. സാധാ ചെമ്പ് മന്തി അല്ല, കുഴിമന്തി. ഒറിജിനൽ കുയ്യിലിട്ട് ഉണ്ടാക്കിയ മന്തി. ഓക്കെ. അപ്പോൾ നമ്മുടെ ചിക്കന് ഫുള്ള് ടൊമാറ്റോ സത്ത റെഡി ആക്കിയിട്ടുണ്ട്. ഇനി മയോനീസ് ഉണ്ട്. അങ്ങനെ റൂഫ് എത്തിക്കണ്ടോ. ടേസ്റ്റ് നോക്കാൻ റൂഫ് എത്തിക്കുന്നു. തുടങ്ങാ തുടങ്ങി ബിസ്മിൽ തുടങ്ങിക്കോളെ. ശരി. എന്താ അഭിപ്രായം നോക്കി. അതൊക്കെയാണല്ലേ അച്ചാറയക്കണം. അതായി ഇത് പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിച്ചോട്ടെ. we can take it slow.